മൂവിയിലെ ക്യാരക്ടർ എന്താണ് എക്സ്പെക്ടേഷൻസ് ഒക്കെ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? അതിൽ ഹീറോയിനാണ് ക്ലാര എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ജെറിയുടെ വൈഫായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു വിഷമിച്ചിറങ്ങി വരേണ്ടി വരില്ല. കണ്ടുപോയല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ വരേണ്ടി വരില്ല. കാരണം എല്ലാവരും വീട്ടിലും നടക്കുന്ന പല കാര്യങ്ങളും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതേപോലെ തന്നെ പക്ഷേ പലതും നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാതെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പല വിഷയങ്ങളും ഈ മൂവിയിലൂടെ ഞങ്ങൾ കാണിച്ചു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കും. പാട്ടും ഡാൻസൊക്കെ ഉണ്ട് എല്ലാത്തരം. ഏത് മൂവിയിലാണോ? അതെ, മൂവിയിൽ 3 പാട്ടുണ്ട്. ഡാൻസ് ഇല്ല. ഇമോഷണലി ടച്ച് ആവുന്ന മൂവിയാണോ? അതെ, പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന മൂവിയാണ്. ഒരു ഇമോഷൻ എന്ന് പറയാൻ പറ്റില്ല, പലതും ഉണ്ട്. കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇമോഷൻസിലൂടെ പോകുന്നത്. സാധാരണ കൂടുതൽ പ്രേക്ഷകർ ഇടിച്ചു കയറുന്ന സ്റ്റാർ വാല്യൂ ഉള്ള മൂവിക്കാണ്, കണ്ടൻറ്റ് നോക്കാതെ തന്നെയാണ്. അപ്പം ഇതിൽ ഒരുപാട് സ്റ്റാർ വാല്യൂ, ഒരുപാട് ഫേമസ് ആക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ പ്രേക്ഷകർ കാണും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടോ? കണ്ടന്റ് വാല്യൂ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്. ഇത് പ്രേക്ഷകർ കാണും, പ്രേക്ഷകരിലേക്ക് എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണും. പിന്നെ എന്തൊക്കെയാണ് പിന്നെ കൂടെയുള്ള അഭിനേതാക്കളും അവരുടെ പെർഫോമൻസൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ന്യൂവായിട്ട് അഭിനയിച്ചത് ഡോക്ടർ സുരേഷ് പ്രേമാണ്. ഡോക്ടറേറ്റാണ് ആക്ടിങ്ങിൽ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പുള്ളിയുടെ ആക്ടിങ്ങിനെ കുറിച്ചിട്ട്. ഞാൻ നോക്കി നിന്നുപോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത്രയും നന്നായിട്ട് പല ഇമോഷണൽ സീൻസും പ്രേക്ഷകർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നോബിച്ചൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. ഒരു ഈഗോയോ ഒരു ജാടിയില്ലാത്തൊരു നല്ലൊരു മനുഷ്യരായിരുന്നു. അജിതാൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യാൻ. ബേസിക്കലി എവിടെയാണ്, ഏതൊക്കെയാണ് മൂവീസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതൊക്കെ? ചെയ്ത എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് കന്നഡ മൂവിയാണ് സ്റ്റോക്കർ. അതിൽ നായികയായിട്ടാണ് ഞാൻ വന്നത് ഫസ്റ്റ് തന്നെ. അദ്ദേഹം മധുരം ചെയ്തു, 14 ഫെബ്രുവരി അതിൽ നായികയായിട്ട് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ചെയ്തു സിക്കാട ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള മൂവിയാണ് ഇത് ചെറിയ. ഓക്കെ, എന്താണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പം ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. ആക്ച്വലി അത് ഫൈനലായിട്ടില്ല. ഫൈനലാകുമ്പോൾ ഞാൻ അറിയില്ല. എന്താണ്, പാട്ട് പാടോ? ഇല്ല, ഡാൻസറാണ്, ഭരതനാട്യം ഡാൻസറാണ്. ഓക്കെ, പ്രൊഫഷണലി ഡാൻസറാണോ? സ്റ്റേജ് പെർഫോമറാണോ? സ്റ്റേജ് പെർഫോം ചെയ്യുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആക്ടർ വിനീതിൻ്റെ ശിഷ്യയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയാണോ ബേസിക്കലി? അല്ല, ഞാൻ കണ്ണൂരാണ്. ഇവിടെ വന്നിട്ടൊരു 4.5 years ആവും. കണ്ണൂരാണോ? കണ്ണൂർ എവിടെയാണ്? Thank you ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. so much.